കഴിഞ്ഞ 24 വർഷമായിട്ട് സോഫ്റ്റ്വെയർ മേഖലയിൽ, അതായത് അക്കൗണ്ടിങ്, ടാക്സേഷൻ, GST, മാനേജ്മെന്റ്, കംപ്ലീറ്റ് ബിസിനസ് ഓപ്പറേഷൻ മേഖലയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. തൃശ്ശൂരിൽ നിന്നാണ് ഇതിന്റെ ഓപ്പറേഷൻ. കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നാണ് ഇതിന്റെ ഓപ്പറേഷൻസ്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലുമായിട്ട് നല്ല രീതിയിലുള്ള ക്ലയന്റ് ബേസ് ഉള്ള കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ബ്രാൻഡാണ് ഇന്റഗ്ര ERP. ഈ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അതാണ് ഇന്റഗ്ര ERPയുടെ ഫുൾ ഫോം വരുന്നത്. ഒരു എന്റർപ്രൈസിലെ എന്തെല്ലാം ഫീച്ചേഴ്സ് ആവശ്യമുണ്ടോ, എന്തെല്ലാം ഫങ്ഷണൽ ഏരിയാസ് ഉണ്ടോ, ആ ഫങ്ഷണൽ ഏരിയാസ് എല്ലാം ഒരു സിംഗിൾ ഡാറ്റാബേസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിന്റെ, ഒരു ഡാറ്റാബേസിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ കിട്ടുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ERP സൊല്യൂഷൻ. റീറ്റെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പ്രോജക്റ്റ് ആൻഡ് സർവീസ് മേഖലയിൽ, അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലയിൽ വളരെ ഈസി ആയിട്ട്, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്റഗ്ര ERP എന്നുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇതിന് പുറമെ ഇന്റഗ്ര ERPക്ക് ഒരു 15ഓളം ആപ്ലിക്കേഷൻസ് വേറെയുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഇന്റഗ്ര ഫിനാൻസ്, നോൺ ബാങ്കിങ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആപ്ലിക്കേഷൻ, ചിട്ടി കമ്പനികൾക്ക് വേണ്ടിയുള്ള ചിട്ടി ആപ്ലിക്കേഷൻ, ഗോൾഡ് ലോൺ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ലാബ് കെയർ, ആയുർ സോഫ്റ്റ്വെയർ, മെഡിക്കൽ ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ, ആൻഡ് പേ മാസ്റ്റർ, HR മാനേജ്മെന്റ്, റെസ്റ്റോറന്റ് മാനേജ്മെന്റ്, ഇങ്ങനെ 15ഓളം ആപ്ലിക്കേഷൻസ് വേറെയുണ്ട്. അതിന് പുറമെ പ്രോജക്റ്റുകളായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് പ്രോജക്റ്റുകളും ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് ഇന്റഗ്ര ERP എന്നുള്ള ബ്രാൻഡിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയറിന്റെ സോഫ്റ്റ്വെയറുകൾ. ഇതിന് പുറമെ മൊബൈൽ ആപ്ലിക്കേഷൻസും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കമ്പനി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇതെല്ലാം ബിസിനസ് മേഖലയിലേക്കാണ് ഇന്റഗ്ര എന്നുള്ള ബ്രാൻഡ് ആപ്ലിക്കബിൾ എങ്കിൽ, സേവ് ആപ്പ് എന്നുള്ളത് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനാണ്. ഇത് വളരെ വ്യക്തമായിട്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് ഒരു ERP സൊല്യൂഷൻ ഒരു സ്ഥാപനത്തിൽ അപ്ലിക്കബിൾ ആകുന്നത്, അതുപോലെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ആപ്ലിക്കേഷനാണ് ഈ സേവ് ആപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും ഏതൊരു യൂസർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇതിന്റെ iOS വേർഷൻ ഡിസംബർ എൻഡോടുകൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു ഫോക്കസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ, ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ യൂസർക്ക്, ആ വ്യക്തിക്ക് കിട്ടുന്ന നേട്ടം എന്താണ്. വെറുതെ നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ നമ്മുടെ. എന്താണ് നമുക്ക് കിട്ടുന്ന നേട്ടം, അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ സേവ് ആപ്പ്. എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്, ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ പറ്റാത്തത്? അതിനൊരു പരിഹാരമായിട്ടാണ് ഈ സേവ് ആപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സേവ് ആപ്പിൽ നമ്മുടെ മണി മാനേജ്മെന്റ്, നമുക്ക് എത്ര രൂപ വരുമാനമുണ്ട്, എത്ര രൂപ ചെലവായി, അതെങ്ങനെ ചെലവായി എന്ന് അറിയുന്നതിനും ഒരു സേവിംഗ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ സേവ് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ നമ്മുടെ മണി മാനേജ്മെന്റിന് പുറമെ ഒരു മണി കൺട്രോൾ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാം. ഇതിനെല്ലാം പുറമെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ ഇൻകം സോഴ്സ് ആയിട്ടും ഈ സേവ് ആപ്പിനെ കാണാം.
ഈ മണി മാനേജ്മെന്റും അതിനോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് വേണ്ട ഡെയിലി റൂട്ടീൻ, അതായത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനും ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനും ഈ ആപ്പില് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനെല്ലാം ഈ ആപ്പ് കേപ്പബിൾ ആണ്. അതായത് ഒരു പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്പാണ്. ഈ ആപ്പിന് 2 ഫോക്കസ് ആണുള്ളത്. അതായത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ മണി മാനേജ്മെന്റും അസറ്റ് മാനേജ്മെന്റ് ഇൻവെസ്റ്റ് മാനേജ്മെന്റ് ഈ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ ആപ്പിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് നേടാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്കുള്ള ഉള്ള വരുമാനത്തിന് പുറമെ ഒരു അഡീഷണൽ റവന്യൂ സോഴ്സ് കൂടി ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 രീതിയിലും ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഉള്ള വരുമാനങ്ങൾ മാനേജ് ചെയ്യുന്നതിനും ആ വരുമാനം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നല്ലൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് നല്ലൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് സേവ് ആപ്പിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഈ ആപ്പ് വളരെ കേപ്പബിൾ ആണ്. നമുക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യാം. നമുക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ആ ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ ആപ്പില് 14ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഒരു അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ആണ്. അക്കൗണ്ടിങ് എന്നുള്ളത് ടെർമിനോളജി മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് മാനേജറാണ്. നമ്മുടെ ഇൻകം എക്സ്പെൻസും മാനേജ് ചെയ്യാം. നമുക്ക് എത്ര വരുമാനമുണ്ടോ അതുപോലെ എത്ര എക്സ്പെൻസ് ഉണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡില്, നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റി, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനും നമ്മുടെ എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ അക്കൗണ്ടിങ്. ഇത് ടോട്ടൽ മണി മാനേജ്മെന്റ് ആണ്. ഈ മണി മാനേജ്മെന്റ് വൺസ് അതായി കഴിഞ്ഞാൽ നമുക്കൊരു മണി കൺട്രോൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റും വാലറ്റും വെച്ചിരിക്കുന്നത്. നമ്മൾ എക്സ്പെൻസുകളെ ലിമിറ്റ് ചെയ്യാനും ഏതാണ് കൂടുതൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ അത്തരം എക്സ്പെൻസുകളെ മാനേജ് ചെയ്യുന്നതിനും ലിമിറ്റ് ചെയ്യുന്നതിനും നമുക്കൊരു ടോട്ടൽ മണി കൺട്രോൾ കൊണ്ടുവരുന്നതിനും ഈ ബഡ്ജറ്റ് എന്നതും വാലറ്റ് എന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു മണി മാനേജ്മെന്റും ഒരു മണി കൺട്രോളും ഈ ആപ്പിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന 2 ഫീച്ചേഴ്സ് ആണ്. അതിന് പുറമെ ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. വളരെ വ്യക്തിഗതമായ സർവീസുകൾ കൊടുക്കുന്ന, ഒട്ടും കൊമേഴ്ഷ്യൽ അല്ല. ഇതിൽ GST പോലെയുള്ള അപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷെ ഒരു വക്കീലോ ഒരു പ്ലംബറോ ഒരു ഇലക്ട്രീഷ്യനോ അതേമാതിരി ഒരു ഓട്ടോ ഡ്രൈവറോ ഇങ്ങനെയല്ല വ്യക്തിഗതമായ സർവീസുകൾ കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അവരുടെ ഇൻകം, അവരുടെ പ്രൊഫഷണൽ ഇൻകം എന്താണോ അതിനൊരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ബില്ല് നമുക്ക് അതിൽ സേവ് ചെയ്യുന്നതിനും അതിൻ്റെ ഒരു ഇമേജ് കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ ബില്ലിംഗ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ക്യാഷ് ബാങ്ക് ബാലൻസുകൾ, ക്രെഡിറ്റ് കാർഡ് ബാലൻസുകളെല്ലാം നമുക്ക് ഈ ആപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിന്റെ ബാങ്കിന്റെ ആപ്പുകളിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. നമ്മുടെ ഈ ആപ്പിലുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷനും ക്യാഷ് ട്രാൻസാക്ഷനും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിന് പുറമെ ഒരു ടാസ്ക് മാനേജ്മെന്റ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല വിധത്തിലുള്ള കമ്മിറ്റ്മെന്റ് നമ്മളോടും നമ്മുടെ ഫാമിലിയോടും സമൂഹത്തിനോടെല്ലാം നമുക്ക് പല വിധത്തിലുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്. ആ കമ്മിറ്റ്മെന്റുകൾ സമയാസമയം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതിനും നമുക്ക് ഉണ്ടാകുന്ന ലോസുകൾ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ ടാസ്ക് എന്ന ഫംഗ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ സമയാസമയം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. വേറൊരു ഫീച്ചറാണ് ഇതിന്റെ ഡയറി എന്നൊരു ഫീച്ചർ. നമ്മുടെ തോട്ട്സ് എക്സ്പീരിയൻസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനൊരു ഡയറി ആയിട്ട് കൺവെർട്ട് ചെയ്യാം. ഇത് എപ്പോൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും നമ്മുടെ അതിന്റെ എക്സ്പീരിയൻസ് പല സബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് ഡയറി എഴുതാം. അതിന്റെ ഒരു ഹിസ്റ്ററി ജനറേറ്റ് ചെയ്യുന്നതിനെല്ലാം
ഈ ഡയറി എന്നുള്ള ഫീച്ചേഴ്സ് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള അസറ്റുകൾ, അതായത് വീട്, കാറ്, ബൈക്ക്, TV, ഫ്രിഡ്ജ്, എന്തെല്ലാം ടാഞ്ചിബിൾ അസറ്റുകൾ ഉണ്ടോ ആ ടാഞ്ചിബിൾ അസറ്റുകളെല്ലാം നമുക്ക് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതിന്റെ ഒരു വാല്യുവേഷൻ എടുക്കാം. അതിന്റെ ഡേറ്റുകൾ നമ്മൾ ഈ ടാസ്ക് ആയിട്ട് ക്ലബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ടാക്സ് അടയ്ക്കാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അത്, പൊള്യൂഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ ടാസ്ക് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആയിട്ട് മെർജ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ അസറ്റില് നമ്മുടെ അതിന്റെ ഒരു വാല്യുവേഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര രൂപയുടെ വാല്യൂ ഉണ്ട്, നമ്മൾ നെറ്റ് വർത്ത് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ ഈ അസറ്റ് എന്നുള്ള ഫീച്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന് പുറമെ ഇതിലുള്ള ലയബിലിറ്റി, നമുക്ക് അസറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലയബിലിറ്റി ഉണ്ടാവും. കാർ ഉണ്ടെങ്കിൽ കാർ ലോൺ ഉണ്ടാവും, വീടുണ്ടെങ്കിൽ ഹൗസ് ലോൺ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള ലോണുകൾ മാനേജ് ചെയ്യുന്നത് നമ്മുടെ എത്രയാണ് നെറ്റ് അസറ്റ് ലയബിലിറ്റി ഉള്ളത്, അത് സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീപേയ്മെന്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുന്നതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു വാല്യൂ അറിയുന്നത്, നെറ്റ് വർത്ത് അറിയുന്നതിന് അസറ്റും ലയബിലിറ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. വേറൊരു ഫീച്ചറാണ് ഇൻഷുറൻസ്. നമുക്കുള്ള ഇൻഷുറൻസുകൾ LIC ആയിക്കോട്ടെ, വെഹിക്കിൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, പല വിധത്തിലുള്ള ഇൻഷുറൻസ് നമുക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് ഇൻഷുറൻസ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഇൻഷുറൻസുകൾ ഉണ്ടോ അതെല്ലാം ഇതിൽ നോട്ടിഫൈ ചെയ്യുന്നതിനും, അതിന്റെ പേയ്മെന്റ് ഡേറ്റ് എന്താണ്, പ്രീമിയം ഡേറ്റ് എന്താണ്, എത്രയാണ് പെയ്ഡ് അപ്പ് വാല്യൂ എന്നെല്ലാം മനസ്സിലാക്കുന്നതിനും ഈ ഇൻഷുറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വേറൊരു ഫീച്ചറാണ് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് RD, FD അല്ലെങ്കിൽ ചിട്ടി, അതേമാതിരിയുള്ള റിക്കറിങ്ങോ നോൺ റിക്കറിങ്ങോ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റ്മെന്റുകൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനും അത് ട്രാക്ക് ചെയ്യാനും അതിന്റെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് എന്താണെന്ന് റിമൈൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അസറ്റും ലയബിലിറ്റിയും ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും, നമ്മുടെ ക്യാഷ് മാനേജ്മെന്റിന് പുറമെ നമ്മുടെ ടാസ്ക് മാനേജ്മെന്റ് ഉണ്ട്, പ്ലസ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരു പെർഫെക്റ്റ് നമ്മുടെ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനാണ്. ഇതിന് പുറമെ ഇതിലുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് എന്നൊരു ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ എന്താണോ പ്രൊഫഷൻ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ആക്ടിവിറ്റി, അതിന് ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. അത് പല വിധത്തിലുള്ള വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. 2-3 വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും നമ്മുടെ കോണ്ടാക്റ്റുകൾ മറ്റുള്ളവർക്ക് അറിയിപ്പിക്കുന്നതും ഡിജിറ്റലായി അറിയിപ്പിക്കുന്നതും ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇതിന് പുറമെ ഒരു പാസ്വേഡ് മാനേജർ. ഇന്ന് നമുക്ക് പല വിധത്തിലുള്ള പാസ്വേഡുകളുണ്ട്. ഡിജിറ്റൽ യുഗമാണ്. ഈ യുഗത്തിൽ പല വിധത്തിലുള്ള പാസ്വേഡുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ പോയാൽ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ടൈം ലോസ് വരാം. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു പാസ്വേഡ് മാനേജർ ഉണ്ട്. ഇതിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്കത് റിമൈൻഡ് ചെയ്യാനും അല്ലെങ്കിൽ എടുത്ത് നോക്കാനും പറ്റുന്നതാണ്. നമ്മുടെ ക്രെഡൻഷ്യൽസിൽ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്വേഡ് മാനേജർ. അതുപോലെ ഒരു ഡോക്യുമെന്റ് മാനേജർ. ഇന്ന് നമുക്ക് ഡോക്യുമെന്റുകളായിട്ട്, അതായത് ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതല്ലെങ്കിൽ പാൻ കാർഡ്, ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റുകളും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റുകളെല്ലാം നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് മെർജ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് മാനേജർ. ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ട ഒരു മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഡേ ടു ഡേ വേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനും നമ്മുടെ ടൈം സേവ് ചെയ്യുന്നതിനും നമ്മുടെ റിലേഷൻ സേവ് ചെയ്യുന്നതിനും എല്ലാം ഈ ആപ്പിൽ പ്രൊവിഷൻ ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്പാണ്. ഇത്രയും വ്യക്തിഗതമായിട്ടുള്ള സർവീസുകൾ, ഇൻഫർമേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആപ്പിന് എല്ലാവരുടെയും കൺസേൺ സെക്യൂരിറ്റി. നമ്മുടെ മൊബൈല് എത്ര കണ്ട് സെക്യൂർ ആണോ അത്ര കണ്ട് ഇതിന്റെ ഡാറ്റ സെക്യൂർ ആണ്. നമ്മൾ അതിലൊരു ഡ്യുവൽ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പാസ്വേഡും ഒരു പിന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് നല്ല സെക്യൂരിറ്റി ഓപ്ഷൻ, അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഓൾറെഡി നമ്മുടെ ഡിവൈസിലാണുള്ളത്. ഒരു തേർഡ് പാർട്ടി സെർവറായിട്ടോ കമ്പനിയുടെ സെർവറായിട്ടോ ഡാറ്റ മെർജ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ആ ഡിവൈസ് നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ വളരെ സെക്യൂർഡ് ആണ്.
അതിന്റെ ഡാറ്റ ബാക്കപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ സിങ്ക് ചെയ്ത് വെക്കാം. എന്തെങ്കിലും നമുക്ക് ഫോൺ മാറേണ്ട, ഡിവൈസ് മാറേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഡാറ്റ റീസ്റ്റോർ ചെയ്യുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കമ്പനി ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുന്നത് 2,999 പ്ലസ് GST എന്ന കോസ്റ്റ് റേഞ്ചിലാണ്. ഇതൊരു വൺ ടൈം കോസ്റ്റ് ആണ്. ഇപ്പോ ഒരു പ്രീ ലോഞ്ച് ഓഫറാണ്. ഇത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരു പ്രീ ലോഞ്ച് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1,000 രൂപ ഡിസ്കൗണ്ടില് 1,999 പ്ലസ് GST എന്ന റേറ്റിലാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റും ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, എന്താണ് അവരുടെ പ്രൈസിങ് പോളിസി, മാർക്കറ്റിംഗ് പോളിസി എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഈ ആപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ആസ് ഓൺ ഡേറ്റിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ടെക്നോളജി ആയതുകൊണ്ട് വെരി സൂൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഇതിനൊരു മണി മാനേജ്മെന്റ് ആപ്പായിട്ട് സ്പെൻഡ് എന്ന് പറയുന്ന ആപ്പുണ്ട്. ഈ ആപ്പിന് വരുന്നത് 8,700 രൂപയാണ്. നമുക്ക് എല്ലാം പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ ആപ്പ് കാണാം. സ്പെൻഡ് പ്രീമിയം 8,700 രൂപയാണ് ലൈഫ് ടൈം ചാർജ് വരുന്നത്. ഒരു 2,000 രൂപയാണ് അതിന്റെ കോസ്റ്റ്, ഇയർലി കോസ്റ്റ്. മന്ത്ലി കോസ്റ്റ് 220 രൂപയാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലാത്ത ഒരു ആപ്പ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പ്, ഒരു പെർഫെക്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്പ് നമ്മൾ 2,000 രൂപ പ്ലസ് ടാക്സ് ആണ് നമ്മൾ ലൈഫ് ടൈം ചാർജ് ചെയ്യുന്നത്. ഇത് വേറൊരു ആപ്ലിക്കേഷൻ ആണ് വാലറ്റ് എന്ന് പറയുന്നത്. ഈ വാലറ്റ് ലൈഫ് ടൈം ചാർജ് ചെയ്യുന്നത് ഒരു 1,500 രൂപയ്ക്കാണ്. നമ്മുടെ സേവ് ആപ്പിന് ഒരു സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ ഫോക്കസ് ഒരു സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ് ഈ സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ? ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടോട്ടൽ അക്കൗണ്ടബിലിറ്റി ആപ്പാണ്. നമ്മുടെ ഫിനാൻസും നമ്മുടെ ക്രെഡൻഷ്യൽസും നമ്മുടെ പാസ്വേഡുകളും നമ്മുടെ അസറ്റും ലയബിലിറ്റിയും എല്ലാം നമുക്ക് ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫോക്കസ് വരികയും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഹെൽപ്പ് ചെയ്യാനും നേടാൻ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഒരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും നമുക്ക് നേടാൻ പറ്റും. അതും നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമൂഹത്തിൽ പ്രതികരിക്കാം. അതിനോടൊപ്പം തന്നെ ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മുടെ കസ്റ്റമറായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു എക്കണോമിക്കൽ ട്രാൻസ്ഫോർമേഷനും കേപ്പബിൾ ആണ്. കാരണം ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് കസ്റ്റമർ ത്രൂ ആണ്. ഒരു റെഫറൽ സിസ്റ്റത്തിൽ കൂടിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു റവന്യൂ, അത് ഇതിന്റെ കോസ്റ്റിൽ വരുന്ന കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിന്റെ നല്ലൊരു പോർഷൻ നമ്മൾ കസ്റ്റമറായിട്ട് ഷെയർ ചെയ്യുക ചെയ്യും. മറ്റുള്ള ആപ്പുകള്, പല എഡ്യൂക്കേഷൻ ആപ്പുകളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊമോഷനോട് കൂടിയിട്ടാണ്. അതായത് അഡ്വർടൈസ്മെന്റ്, ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റും ഫേസ്ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റുകൾ കൊടുത്തുകൊണ്ടാണ് വലിയ സ്റ്റാർസിനെ, സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ട് പ്രൊമോഷനാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് അത്തരം ആപ്പുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. സേവ് ആപ്പ് അത്തരം വരുന്ന മാർക്കറ്റിംഗ് കോസ്റ്റുകൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന്റെ നല്ലൊരു ശതമാനം കസ്റ്റമേഴ്സായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു എക്കണോമിക് ട്രാൻസ്ഫോർമേഷനും കേപ്പബിൾ ആണ്. ഓരോ കസ്റ്റമറും കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ സെലിബ്രിറ്റീസ് ആണ്. നമ്മുടെ മാർക്കറ്റിംഗ് നടക്കുന്നത് കസ്റ്റമേഴ്സ് ത്രൂ ആണ്. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ലൈഫ് ചേഞ്ചിങ്, എന്തൊക്കെയാണ് ലൈഫ് ചേഞ്ചിങ് ഉണ്ടാവുക നമുക്ക് ഇത് നോക്കാം. നമ്മുടെ സിസ്റ്റം മോണിറ്റർ ചെയ്യുന്നതിനും സ്പെൻഡിനേച്ചർ മോണിറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം നമ്മുടെ ക്യാഷ് ആൻഡ് ബാലൻസുകളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഈ ആപ്പ് ഹെൽപ്പ് ചെയ്യും. ഈ ആപ്പിന് 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് ഒരു മൊബൈൽ ആപ്ലിക്കേഷനും 2 ഒരു വെബ്സൈറ്റുമാണ്. 1 വെബ്സൈറ്റും 2 മൊബൈൽ ആപ്ലിക്കേഷൻ. നമുക്ക് ഈ വെബ്സൈറ്റിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒന്ന് പരിചയപ്പെടാം.
ഞാൻ മുന്നേ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യും. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കാം. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ഈ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു ഡയറക്റ്റ് ഡാഷ്ബോർഡിലേക്കാണ് വരുന്നത്. ഇതിന് വലിയ കോസ്മാറ്റിക് എഫക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഗ്രാഫിക്സ് കുറവായിരിക്കും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ഇതിനെ കാണാം. അതുകൊണ്ട് ഇത് യൂട്ടിലിറ്റി പാർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതില് നമ്മുടെ ഡാഷ്ബോർഡിൽ കടന്ന നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഈ ഡാഷ്ബോർഡിൽ അവൈലബിൾ ആണ്. ഒരു പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, റെസിപ്റ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്, ബില്ലിംഗ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ മണി മാനേജ്മെന്റ് ആണ്. പേയ്മെന്റുകൾ, നമ്മുടെ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പേയ്മെന്റ് സെക്ഷൻ. ഇതില് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഏത് ഭാഷയിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന വീല് പ്രൊഫൈലാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലില് ഭാഷ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടിയിൽ ഭാഷ മാറ്റാം, ഏത് ഇന്ത്യൻ ഭാഷയിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അറബിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെന്റ് വൗച്ചറിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേയ്മെന്റ് വൗച്ചറുകൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് പ്ലസ് ബട്ടണിൽ അമർത്തുക. പ്ലസ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഡേറ്റ്, ഡിഫോൾട്ട് ഡേറ്റ് ടുഡേ ഇന്നത്തെ ഡേറ്റ് കാണാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇന്ന് ഈ പേയ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപ പെട്രോൾ ചാർജ് ആയി. 500 രൂപ പെട്രോൾ ചാർജ് ജസ്റ്റ് സേവ് ചെയ്യാം. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പെൻസുകൾ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡ്രസ് എടുത്തു, 1500 രൂപയ്ക്ക് ഡ്രസ്സായി, സേവ് ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്പോൾ നടക്കുന്ന എക്സ്പെൻസുകൾ, കാരണം ഈ ഡിവൈസ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ 24 മണിക്കൂറുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതില് വളരെ സിമ്പിൾ ആയിട്ട് എൻ്റർ ചെയ്യാം. പുതിയ എക്സ്പെൻസുകൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് ബട്ടണിൽ പോവുക, അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എന്ത് എക്സ്പെൻസ് ആണെന്നുള്ളത്. ഇപ്പൊ കൺവെൻസ് ആണെങ്കിൽ നമ്മൾ ഓട്ടോ ചാർജ് കൊടുത്തു, 50 രൂപ ഓട്ടോ ചാർജ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് എന്തെല്ലാം ചെലവുകൾ ഉണ്ടായിരുന്നു ഇവിടെ കാണാം. എൻഡ് ഓഫ് ദ ഡേയില് എന്തെല്ലാം ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്, എൻഡ് ഓഫ് ദ മന്തില് എത്ര ചെലവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഓരോ ഹെഡിലും കാണുമ്പോൾ ഈ ചെലവുകൾ കൂടുതലാണോ കുറവാണോ ഓരോ വ്യക്തിക്കും ആപേക്ഷികമാണ്. എന്നിരുന്നാലും അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ എക്സ്പെൻസിനെ മോണിറ്റർ ചെയ്യുന്നതിനും ഒരു സ്പെൻഡിങ് നേച്ചർ അനലൈസ് ചെയ്യുന്നതിനും ഈ ആപ്പ് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എൻ്റർ ചെയ്യുന്നത് റെസിപ്റ്റിലാണ്. ഈ റെസിപ്റ്റും പേയ്മെന്റും ഇതാണ് മണി മാനേജ്മെന്റ്. നമുക്ക് കിട്ടുന്ന വരുമാനം അത് എത്രയാണോ അത് റെസിപ്റ്റ് ആണ്. നമ്മളിൽ നിന്ന് പോകുന്ന പൈസ, നമ്മൾ കൊടുക്കുന്ന പൈസ പേയ്മെന്റുകളാണ്. ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണി മാനേജ്മെന്റ് വളരെ ഈസിയായി. ഇത്ര മാത്രമേ ഈ ആപ്പിൽ യൂസ് ചെയ്യേണ്ടതുള്ളൂ. റെസിപ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഈ പ്ലസ് ബട്ടണിൽ പോവുക, റെസിപ്റ്റ് ബട്ടണിൽ പോവുക. ഇവിടെ പ്ലസ് ബട്ടൺ അടിക്കുക, പുതിയ റെസിപ്റ്റ്. ഈ വരുമാനം എവിടെ നിന്നാണോ വന്നിരിക്കുന്നത്, ഇപ്പൊ അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം എത്രയാണ് എമൗണ്ട്, 5000 രൂപ. അതിന്റെ റിമാർക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതാം, സേവ് ചെയ്തു. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എൻ്റർ ചെയ്യാം. സാലറി കിട്ടി, സാലറി കിട്ടിയ എമൗണ്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഇങ്ങനെ ഒരു മാസത്തില് എത്ര വരുമാനമുണ്ട്, എത്ര ചെലവുണ്ട്, ഇതേ വരുമാനം എത്ര കിട്ടിയിട്ടുണ്ട്, സാലറി കിട്ടിയിട്ടുണ്ട്, അഗ്രികൾച്ചർ ഇൻകം കിട്ടിയിട്ടുണ്ട്, അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന ചെലവുകൾ എന്തെല്ലാം, ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ നമ്മുടെ എക്സ്പെൻസുകളും നമ്മുടെ ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യും. നമ്മുടെ മണി മാനേജ്മെന്റ് ആയി.
ഇതിന്റെ റിപ്പോർട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ അടിയിൽ ഭാഗത്തുള്ള റിപ്പോർട്ടിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം എന്തെല്ലാമാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡില്, ഒരു ദിവസത്തിലോ ഒരാഴ്ചയിലോ ഒരു മന്തിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എക്സ്പെൻസുകൾ മനസ്സിലാക്കാം, ഇൻകം എത്ര വന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ലെഡ്ജർ, ഓരോ ഹെഡ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഡ്ജർ അവൈലബിൾ ആണ്. ട്രാൻസാക്ഷൻ വ്യൂ ചെയ്യുന്നതിന് വ്യൂ ബട്ടണിൽ അമർത്താം. ഇതിൽ ടോട്ടൽ എത്ര വന്നിട്ടുണ്ടെന്ന് വ്യൂ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ വൈസ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇതിന് പുറമെ നമുക്കുള്ള ഒരു റിപ്പോർട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു ഗിവൺ പീരീഡില് എത്ര രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ട്, എത്ര രൂപ ചെലവായിട്ടുണ്ട്, ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ്, ഇൻകം ഓവർ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഇത്. 25,000 രൂപ വരുമാനം ഉണ്ടായിട്ട് 2,050 രൂപ അതിന് ചെലവുണ്ടായിട്ടുണ്ട്. എന്താണ് ഈ 2,050 രൂപ ചെലവ്? ഈ ഡൗൺ ഓരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇങ്ങനെ നമുക്ക് നമ്മുടെ വരുമാനം എൻട്രി ചെയ്തുകൊണ്ടും ചെലവുകൾ എൻട്രി ചെയ്തതുകൊണ്ടും എത്ര രൂപ ഒരു പീരീഡില്, അതായത് മന്തിലോ ഏത് ഗിവൺ പീരീഡ് ആണ്, നമുക്ക് ഏത് മാസം വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം, ഏത് പീരീഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ആ പീരീഡില് നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടായിട്ടുണ്ടെന്നും എത്ര രൂപ ചെലവായിട്ടുണ്ടെന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സേവിങ് എത്ര ചെയ്യാൻ പറ്റി എന്ന് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു മണി മാനേജ്മെന്റ് ആയി ഒരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യും. വൺസ് സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മണി മാനേജ്മെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതാണ് കൂടുതലായിട്ട് വരുന്ന ചെലവുകൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു വാലറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനും ഒരു ബഡ്ജറ്റ് എന്നുള്ള ഫംഗ്ഷനും ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ട എമൗണ്ട് ഒരു വെർച്വൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു എമൗണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. സപ്പോസ് ഒരു മാസത്തേക്ക് നമുക്ക് ചെലവിന് വേണ്ടി ഒരു 40,000 രൂപ മാറ്റിവെക്കാം. ഈ മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെർച്വൽ വാലറ്റ് ആണ്, ഒരു മണി കൺട്രോളിന്റെ ഭാഗമാണ്. 40,000 രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളുടെ ചെലവുകളെല്ലാം ഇതിന് കുറഞ്ഞു കാണിക്കും. എത്ര രൂപ ഇനി ചെലവാക്കാനുണ്ട്, മന്ത് എൻഡിൽ നോക്കുമ്പോൾ നമുക്ക് എത്ര രൂപ ചെലവാക്കാനുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയോ നമുക്ക് അനാവശ്യമായി വരുന്ന ചെലവുകളെ നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതൊരു മണി മാനേജ്മെന്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബഡ്ജറ്റ് സിസ്റ്റം ഉണ്ട്. വാലറ്റിന് പുറമെ ഒരു ബഡ്ജറ്റ് സിസ്റ്റം, ഇതും മണി കൺട്രോളിന്റെ ഭാഗമാണ്. നമുക്ക് ഓരോ ഹെഡിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരു പ്രൊവിഷൻ കൊടുക്കാം. ഒരു മന്ത്ലി എത്രയാണ്, ഗ്രോസറിക്ക് നമുക്ക് മന്ത്ലി ചെലവാക്കുന്ന എമൗണ്ട് എത്രയാണ്, 5,000 രൂപയ്ക്കുള്ളിൽ നമ്മുടെ ഗ്രോസറി മന്ത്ലി എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് 60,000 രൂപ, എല്ലാ മാസത്തേക്കും 5,000 രൂപ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ച് 60,000 രൂപ. ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഒരു കൊടുത്തുകൊണ്ടും നമുക്ക് ഒരു മണി കൺട്രോളും സാധ്യമാണ്. അപ്പൊ മണി മാനേജ്മെന്റും മണി കൺട്രോളും ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. അതായത് പേയ്മെന്റും, റെസിപ്റ്റും, വാലറ്റും, ബഡ്ജറ്റും, ഈ 4 ഫീച്ചേഴ്സും കൂടെ ഈ ആപ്പ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫോക്കസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന് പുറമെ ഒരു ബില്ലിംഗ് സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ്. ഒരു പ്രൊഫഷണൽ സർവീസുകൾ കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ലിംഗ് ആപ്ലിക്കേഷൻ. നമ്മളിവിടെ ഈസി ആയിട്ട് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് ABC എന്ന് പറയുന്ന ഒരു കസ്റ്റമർ, അവർക്ക് നമ്മൾ കൊടുത്ത എന്താണ് സർവീസ് കൊടുത്ത് 2,000 രൂപയുടെ സർവീസ് കൊടുത്തു. സപ്പോസ് ഒരു പ്ലംബർ ആണ്, ഒരു വർക്ക് ചെയ്തു, ആ വർക്ക് ചെയ്തതിന്റെ 2,000 രൂപ. അവരെ സംബന്ധിച്ചത് പ്രൊഫഷണൽ ഇൻകമാണ്. ജസ്റ്റ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ, സേവ് ചെയ്യാം. ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് ഡൗൺ ആരോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമർക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ പേഴ്സണൽ സർവീസിനെ, പേഴ്സണൽ ഇൻകം സോഴ്സിനെ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു കസ്റ്റമർ റിലേഷനും അവിടെ കേപ്പബിൾ ആവും. ഇത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡില് നമുക്ക് എത്ര, ഈ നവംബർ മാസത്തിലെ എത്ര ബില്ലുകൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതില് ഈ ബില്ലിന് അഗേൻസ്റ്റ് നമുക്ക് വരുമാനം വരുമ്പോൾ ഗെറ്റ് റെസിപ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ റെസിപ്റ്റും എൻട്രി ചെയ്യാം. റെസിപ്റ്റും കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് ബില്ലടിക്കുമ്പോഴും റെസീറ്റ് അടിക്കുമ്പോഴും എല്ലാം ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതിന്റെ റെസീറ്റ് എൻട്രി ചെയ്യാം. ഇങ്ങനെ നമ്മുടെ പ്രൊഫഷനെ അക്കൗണ്ട് ചെയ്യുന്നതിന്, അതിന്റെ വരുമാനം നമ്മുടെ അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ ബില്ല് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏതൊരു വ്യക്തിഗത സർവീസുകൾ കൊടുക്കുന്ന വ്യക്തികൾക്കും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം വരാം. ഒരു ടോട്ടൽ ഒരു അക്കൗണ്ടബിലിറ്റി, പ്രൊഫഷണൽ അക്കൗണ്ട് ചെയ്യുക, നമ്മുടെ ഇൻകം അക്കൗണ്ട് ചെയ്യുക, നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്യുക, ഈ രീതിയിൽ ഒരു അക്കൗണ്ടബിലിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന് പുറമെ നമ്മുടെ ക്യാഷ് ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. എത്ര രൂപ ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര രൂപയുണ്ട്, ക്രെഡിറ്റ് കാർഡ് ബാലൻസുകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ മനസ്സിലാക്കാം. വേറൊരു ഫീച്ചറാണ് ഇതിന്റെ ടാസ്ക് എന്നുള്ളത്. ഈ ടാസ്ക് മാനേജ്മെന്റ് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇന്ന് ടാക്സ് അടയ്ക്കാനുള്ള ഡേറ്റ് ആണോ, ഇന്ന് ഇൻഷുറൻസ് അടയ്ക്കാനുള്ള ഡേറ്റ് ആണോ, ഇതെല്ലാം നമുക്ക് റിമൈൻഡ് ചെയ്യാം. പുതിയ ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് ഷെഡ്യൂൾ ചെയ്യുന്നതിന് സേവ് ആപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ടാസ്ക് ഉപയോഗിക്കാം. എന്നാണ് നമുക്ക് മീറ്റിംഗ്, ടൈം എന്താണ് എന്ന് നമ്മളിത് റിമൈൻഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റിമൈൻഡർ വരും. ആ സമയത്ത് റിമൈൻഡർ വരും. ഇങ്ങനെ നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനും നമ്മുടെ ടാസ്കുകൾ, നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ടാസ്കുകൾ റിമൈൻഡ് ചെയ്യുന്നതിനും ഈ ടാസ്ക് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. വൺസ് നമ്മൾ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എത്ര ഇനീഷ്യേറ്റ് ചെയ്തോ, കംപ്ലീറ്റ് ആയോ, പോസ്റ്റ്പോണ്ട് ആയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എൻട്രി ചെയ്യാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻഡ് ഓഫ് ദ ഡേയില് എത്ര ടാസ്കുകൾ ഇന്ന് നമുക്കുണ്ടായിരുന്നു എന്നും എത്ര നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു എന്നും മനസ്സിലാക്കാൻ ഈ ടാസ്ക് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന് പുറമെ നമുക്കൊരു അസറ്റ് മാനേജ്മെന്റ്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള അസറ്റുകൾ, നമ്മുടെ വീട്, കാറ്, ബൈക്ക്, അതേമാതിരി എല്ലാ അസറ്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ വാല്യുവേഷൻ എടുക്കണമെങ്കിൽ വാല്യുവേഷൻ എടുക്കാം. അപ്പൊ എത്ര രൂപ നമുക്ക് വാല്യൂ ഉണ്ട്, എത്ര അസറ്റ് ഉണ്ട്, നമുക്ക് എത്ര വാല്യുവേഷൻ ഉണ്ട്, അതിന്റെ ഡേറ്റുകൾ എന്താണ്, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നതിന് ഈ അസറ്റ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നെറ്റ് വർത്ത്, സപ്പോസ് നമുക്ക് 1 കോടി രൂപയുടെ 2 കോടി രൂപയുടെ അസറ്റ് ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇത് നമുക്ക് റിയലൈസ് ചെയ്യുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും ഈ അസറ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അതിന് പുറമെ നമുക്കുള്ളതാണ് ലയബിലിറ്റി. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലോണുകൾ മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, EMI അടയ്ക്കുന്ന ഒരു ലോണാണ്. സപ്പോസ് വെഹിക്കിൾ ലോണാണ്, വെഹിക്കിൾ ലോൺ, അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര രൂപ ഇപ്പൊ അടയ്ക്കാനുണ്ട്. എക്സിസ്റ്റിംഗ് ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാം. 2 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. എന്താണ് അതിന്റെ EMI എമൗണ്ട്? 10,000 രൂപ വെച്ചിട്ട് നമുക്ക് EMI അടയ്ക്കണം. എത്ര ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം? 25 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുണ്ട്. എന്നാണ് അതിന്റെ പേയ്മെന്റ് ഡേറ്റ്? എല്ലാ മാസവും 1-ാം തീയതി നമുക്ക് പേയ്മെന്റ് അടയ്ക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2023 വരെ 25 മാസത്തേക്ക് ഈ സിസ്റ്റം നമ്മളെ റിമൈൻഡ് ചെയ്യും. അതിന് പുറമെ നമുക്ക് 2 ലക്ഷത്തിന്റെ ലയബിലിറ്റി ഉണ്ട് എന്നുള്ള അക്കൗണ്ടിങ് നടക്കും. ഓരോ പ്രാവശ്യവും ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് 2 ലക്ഷത്തിൽ നിന്ന് 10,000 രൂപ കുറഞ്ഞ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവും. അങ്ങനെ നമ്മുടെ അസറ്റുകളെ പോലെ തന്നെ ലയബിലിറ്റിയും അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കിട്ടാൻ ഈ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം അതിന്റെ അക്കൗണ്ടിങ് നടക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ നെറ്റ് വർത്ത്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, നമുക്ക് സമയാസമയം മനസ്സിലാക്കുന്നതിന് ഈ ആപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതുപോലെ അസറ്റ് ഉള്ള പോലെ തന്നെ ലയബിലിറ്റി മാനേജ് ചെയ്യാം. പ്ലസ് ഇൻഷുറൻസ്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല വിധത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. ഈ ഇൻഷുറൻസുകൾ ഇതിൽ എൻട്രി ചെയ്യാം. സപ്പോസ് LIC ആണ്. LIC നമുക്ക് അതിന്റെ പോളിസി നമ്പർ വേണമെങ്കിൽ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണ്, ഇതുവരെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ്. സപ്പോസ് ഇതുവരെ നമ്മൾ 50,000 രൂപ അടച്ചിട്ടുണ്ട്, ഇത് എൻട്രി ചെയ്യാം. ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എത്രയുണ്ട്, മന്ത്ലി ആണോ ഇയർലി ആണോ, ആ ടൈപ്പ് ഓഫ്
ഇൻസ്റ്റാൾമെന്റ്, പ്രീമിയം ഡേറ്റ്, മന്ത്ലി, ഹാഫ് ഇയർലി, ഇയർലി ഇതെല്ലാം കൊടുക്കാം നമുക്ക്. മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ഇനി എന്നാണ് ഡേറ്റ് ഓഫ്, എല്ലാ മാസം 1-ാം തീയതി അടയ്ക്കണം. എന്നാണ് ക്ലോസിംഗ് ഡേറ്റ്? 2025 ക്ലോസിംഗ് ഡേറ്റ്. ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ട് 2025 വരെ എല്ലാ മാസവും ഈ പ്രീമിയം എമൗണ്ട് നമ്മളെ ഈ ആപ്പ് അലർട്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഇൻഫോം ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഇൻഷുറൻസുകൾ സമയാസമയം പേയ്മെന്റ് നടത്തുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്, അതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കുന്നതിനും ഈ ഇൻഷുറൻസിനുള്ള ഫീച്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇതിൽ മാനേജ് ചെയ്യാം. സപ്പോസ് പോസ്റ്റ് ഓഫീസ് RD അല്ലെങ്കിൽ ചിട്ടി, എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ എത്ര രൂപ ഇതുവരെ അടച്ചിട്ടുണ്ട്, ഇനി എത്ര രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ എത്ര ഇൻസ്റ്റാൾമെന്റ് പെൻഡിങ് ഉണ്ട്, ഇൻസ്റ്റാൾമെന്റ് പീരീഡ് എന്താണ്, മന്ത്ലി ആണോ ഫിക്സഡ് ആണോ, മന്ത്ലി ആണെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്, 5000 രൂപ വെച്ചിട്ട് എത്ര ഇൻസ്റ്റാൾമെന്റ്, 50 ഇൻസ്റ്റാൾമെന്റ് പെൻഡിങ് ഉണ്ട്, എന്നാണ് അടയ്ക്കേണ്ടത്, എല്ലാ മാസവും 1-ാം തീയതിയോ 2-ാം തീയതിയോ എന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 2025 വരെ ഈ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നമ്മൾ റിമൈൻഡ് ചെയ്യും. ഓരോ പ്രാവശ്യം ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇതിന്റെ അക്കൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും നമുക്ക് ഇതൊന്ന് മാനേജ് ചെയ്യാം. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ മാനേജ് ചെയ്യാം. അതിന് പുറമെ നമുക്ക് ഡയറി എഴുതണമെങ്കിൽ ഡയറി എഴുതാം. അത് പല സബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് ഡയറി എഴുതാം. നമുക്കൊരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സേവ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സേവ് സബ്ജക്ട് ഉണ്ടാകും. ആ സേവ് ആപ്പിനെ കുറിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടെ ഡാറ്റ എൻ്റർ ചെയ്യാം. വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ ഡയറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡയറി എടുത്ത് നോക്കുന്നതിനും അതിന്റെ ഹിസ്റ്ററി ജനറേറ്റ് ചെയ്യുന്നതിനും അത് എഡിറ്റ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ തോട്ട്സ്, നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ പാഷൻ ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഡയറി എന്ന് പറയുന്നത്. നമ്മുടെ ഫിനാൻസ് അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ, പ്രൊഫഷൻ അക്കൗണ്ട് ചെയ്യുന്ന പോലെ, നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ തോട്ട്സും എക്സ്പീരിയൻസും അക്കൗണ്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് പുറമെ ഈ മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2-3 ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ട്. നമുക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് ഇതിൽ പ്രിപ്പയർ ചെയ്യാം. ഈ വിസിറ്റിംഗ് കാർഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എത്ര വിസിറ്റിംഗ് കാർഡുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മാർക്കറ്റിംഗ്, ഒരു പേഴ്സണൽ മാർക്കറ്റിംഗോ നമ്മുടെ പ്രൊഫഷനോ എന്താണ് നമുക്ക് ഇതിൽ മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ കോൺടാക്ട് നമ്പർ ചോദിക്കുമ്പോൾ ഈ വിസിറ്റിംഗ് കാർഡ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഇൻഫർമേഷനും അവർക്ക് കാണാൻ പറ്റും. വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും, നമ്മുടെ വെബ്സൈറ്റ്, ഇമെയിൽ ഐ ഡി, ഇമെയിൽ, എല്ലാ കോൺടാക്ട് ഇൻഫർമേഷനും നമുക്ക് ഒരുമിച്ച് ഫോർവേഡ് ചെയ്യുന്നതിന് ഈ ഹെൽപ്പ് വിസിറ്റിംഗ് കാർഡ് എന്നുള്ള ഫംഗ്ഷൻ യൂട്ടിലൈസ് ചെയ്യാം. ഇതിന് പുറമെ ഒരു അടുത്ത ഫീച്ചറാണ് പാസ്വേഡ് മാനേജർ. എല്ലാ വ്യക്തികൾക്കും പല വിധത്തിലുള്ള പാസ്വേഡുകൾ ഇപ്പോൾ ഉണ്ട്. ആ പാസ്വേഡുകൾ നമുക്ക് ഇതിൽ വൺസ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സേവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ സേവ് ആപ്പിന്റെ പാസ്വേഡ്, അതിന്റെ യൂസർ നെയിം എന്താണ്, അതിന്റെ പാസ്വേഡ് എന്താണ്, സേവ് ആപ്പിന്റെ വെബ്സൈറ്റ് ഇൻഫർമേഷൻ വേണമെങ്കിൽ അതും കൊടുക്കാം. റിമാർക്സ് വരുന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് മറന്നു പോകുന്ന സമയത്ത് ജസ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വേണ്ട ക്രെഡൻഷ്യൽസ് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാം, ഇതിൽ മാനേജ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടൈം സേവ് ചെയ്യുന്നതിന്, നമ്മുടെ ക്രെഡൻഷ്യൽസ് സേവ് ചെയ്യുന്നതിനും ഈ ആപ്പ് ഹെൽപ്പ് ചെയ്യും. അവസാനത്തെ ഫീച്ചറാണ് ഇതിൽ ഡോക്യുമെന്റ് മാനേജ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ട ഡോക്യുമെന്റുകൾ, ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റുകളോ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ഡോക്യുമെന്റ് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യാം. സപ്പോസ് ആധാർ കാർഡ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഗാലറി പോവുക, ഗാലറി പോയിട്ട് നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാം. വൺസ് അത് ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം.
ഓക്കെ, ഇങ്ങനെ എത്ര ഡോക്യുമെന്റുകൾ വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവായിട്ട് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴാണോ ഈ ഡോക്യുമെന്റ് ആവശ്യം വരുന്നത്, ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഡൗൺലോഡ് ചെയ്യുന്നതിനും അത് തിരിച്ച് ഷെയർ ചെയ്യുന്നതിനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് ഇതെല്ലാം നമ്മുടെ ഓപ്പറേഷൻ ഏരിയ ആണ്. നമ്മുടെ പ്രൊഫൈല് ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫൈല് കാണാം. അതിൻ്റെ ഒപ്പം ഇവിടെ റിപ്പോർട്ട് സെക്ഷൻ ഉണ്ട്. ഇതിനെല്ലാം പറ്റുന്ന റിപ്പോർട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. മോർ എന്ന ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ആപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ ലീഗൽ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വേറൊരു ഫംഗ്ഷനാണ് ഇതിൽ മൈ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആപ്പിൽ കൊടുക്കുന്നതാണ് ഈ മൈ ബിസിനസ് എന്നുള്ള ഏരിയ. അതിനുവേണ്ടി ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിന് പുറമെ വ്യൂ എന്നുള്ള മോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ സൈറ്റിലേക്ക് സിങ്ക് ചെയ്യും. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നമുക്ക് കാണാം. നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ റിപ്പോർട്ട്സുകൾ ഈ സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഷെയർ ലിങ്ക്. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഷെയർ ലിങ്ക്. ഏതൊരു ആപ്പ് യൂസർക്കും ഒരു യൂണിക് ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഈ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യാം. ഈ ലിങ്കില് നമുക്ക് ഒരു 3-4 ഇമേജുകൾ കൊടുത്തിട്ടുണ്ട്. ഏത് ഇമേജ് ആണോ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഷെയർ ബട്ടണിൽ പോവുക, അത് നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ വാട്സപ്പിലേക്കോ നമ്മുടെ സ്റ്റാറ്റസ് മാറ്റാനോ ഫേസ്ബുക്കിലേക്കോ നമുക്കിത് മാർക്കറ്റ് ചെയ്യാം. അതായത് ഈ ഡിവൈസിനെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്ന് നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള ഡിവൈസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്ട്രക്ചേർഡ് ആക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അഡീഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ലിങ്ക് ഷെയറിംഗ്. ജസ്റ്റ് ഷെയർ ലിങ്കിൽ പോവുക, ഷെയർ ബട്ടൺ അമർത്തുക, ഏത് ഇമേജ് ആണോ നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് എടുക്കുക, അത് ഫേസ്ബുക്കായിട്ടോ വാട്സപ്പായിട്ടോ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ പോവുക, ജസ്റ്റ് ഷെയർ ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ കണ്ട ഇത് പോസ്റ്റ് ആയി. ഇങ്ങനെ നമ്മുടെ ഈ ഡിവൈസിനെ ഒപ്റ്റിമം യൂട്ടിലൈസേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്കിത് മാർക്കറ്റ് ചെയ്യാം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ വരുമാനം ഉണ്ടാക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചേഞ്ച് പൊസിഷൻ എന്നൊരു ബട്ടൺ ഉണ്ട്. നമ്മുടെ ബിസിനസ്സുകൾ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഒരു ബൈനറി സിസ്റ്റത്തിൽ കൂടെയാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏത് പൊസിഷനാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓട്ടോ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ്, നെക്സ്റ്റ് റെഫറൻസ് ഏതാണോ മണി സൈഡിൽ, ആ മണി സൈഡിൽ ഓട്ടോമാറ്റിക് ലാൻഡ് ചെയ്യും. അതാണ് ഈ ഓട്ടോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 6 ആഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റും ലെഫ്റ്റും സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ലാൻഡ് ചെയ്യും. ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലും, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലും ലാൻഡ് ചെയ്യും. ഈ പൊസിഷൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ. കാരണം നമുക്ക് ഏത് സൈഡിലാണ് നമ്മുടെ ബിസിനസ് വോളിയം കുറവ്, ആ സൈഡിലേക്ക് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ച് അവരവരുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ച് അവർക്ക് ഇതും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ഫങ്ഷണാലിറ്റീസ് ആണ് ഒരു ആപ്പിലുള്ളത്. നമ്മുടെ ലൈഫ്, ഡേ ടു ഡേ ലൈഫ് ചിട്ടപ്പെടുത്തുന്നതിനും ഒരു ഫിനാൻഷ്യൽ ഫോക്കസ് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് ഡിജിറ്റലായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ സേവ് ആപ്പ്. ഈ സേവ് ആപ്പിന് അടുത്തൊരു പ്ലാറ്റ്ഫോം ഉള്ളത് ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റും കൂടി നമുക്കൊന്ന് കാണാം. mysaving.in എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്.
ഇതിലെ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മുടെ മറ്റുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ എല്ലാം അവൈലബിൾ ആണ്. തൃശ്ശൂർ അശ്വിനി ജംഗ്ഷനിലാണ് ഇതിന്റെ ഓഫീസ് വരുന്നത്. എല്ലാ കോൺടാക്ട് ഇൻഫർമേഷനും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സേവ് ആപ്പിന്റെ ഫീച്ചേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സേവ് ആപ്പിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാം നമുക്ക് കാണാം. എന്താണ് അതിന്റെ പ്രൈസിങ് പോളിസി, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ പബ്ലിക്കലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനും പുതിയ എൻട്രികൾ അടിക്കുന്നതിനും ഡൗൺലോഡ് ബട്ടൺ ഇടുക. ഇവിടെ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഇത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ലിങ്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് നമ്മുടെ സ്പോൺസർഷിപ്പിൽ വരികയും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡൗൺലോഡ് പേജിലേക്ക് ലാൻഡ് ചെയ്യും. വൺസ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് സ്പോൺസർ ആവും. ആ ലിങ്കിന്റെ ഓണർ ആരാണോ അവർക്കായിരിക്കും അതിന്റെ ഈ രജിസ്ട്രേഷൻ, ഈ കസ്റ്റമറെ കിട്ടുക. അപ്പൊ നമ്മുടെ ലിങ്ക് നമ്മുടെ യൂണിക് ലിങ്ക് ആണ്. അവര് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ആ ആപ്പിന് കൊടുത്തിരിക്കുന്ന ഏതാണോ പൊസിഷൻ, ആ പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലാൻഡ് ചെയ്യും. നമ്മുടെ ഡാഷ്ബോർഡ് കാണുന്നതിന് വേണ്ടി ലോഗിൻ ബട്ടണിൽ അമർത്താം. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡും യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ലാൻഡ് ചെയ്യാം. ഇതിൽ നമ്മുടെ ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് എത്ര ബൈനറി ഉണ്ട്, എത്ര ക്യാരി ഉണ്ട്, എത്ര മാച്ചിങ് ഉണ്ട്, ടോട്ടൽ ലിങ്ക് എത്രയുണ്ട്, നമ്മുടെ പ്രൊഫൈൽ ക്രെഡൻഷ്യൽസ് എന്തൊക്കെയാണ്, എത്ര റെഫറൻസ് ഉണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനും ആക്ടിവേഷനും എല്ലാം എന്താണ്. ഇത്തരം ഇൻഫർമേഷൻ നമുക്ക് ഈ ഡാഷ്ബോർഡിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിന് പുറമെ ഇവിടെ ഒരു മെനു ബാർ ഉണ്ട്. ഈ മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഉണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യാം. പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ KYC ഇവിടെ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതെല്ലാം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. KYC നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. KYC അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് പൊസിഷൻ, നമ്മൾ നേരത്തെ ആപ്പിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് സെറ്റ് പൊസിഷൻ ഉണ്ട്. ഈ സെറ്റ് പൊസിഷനിൽ നമുക്ക് നമ്മുടെ പൊസിഷൻ സെറ്റ് ചെയ്യാം. എന്താണോ ആപ്പിൽ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നെക്സ്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ. അപ്പൊ ഒരാൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ, ആക്ടിവേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പൊസിഷൻ കറക്റ്റ് ചെയ്തിടണം. നമ്മുടെ എവിടെയാണ് ആ വ്യക്തി എവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി ഈ പൊസിഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പൊസിഷനിൽ വന്ന് ലാൻഡ് ചെയ്യും. അടുത്തൊരു മെനു ആണ് മൈ ബിസിനസ്. ഇവിടെ നമുക്ക് നമ്മുടെ ജീനോളജി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ മൈ ഡൗൺലൈൻ ഇതിന് ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഡയറക്റ്റ് ആരൊക്കെയുണ്ട്, നമ്മുടെ ലെഫ്റ്റിൽ ആരൊക്കെയാണ്, റൈറ്റിൽ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ അത് ടോട്ടൽ ഡൗൺലൈൻ, നമുക്ക് ഡയറക്റ്റ് എന്ന് പറയാൻ നമ്മുടെ സ്പോൺസർഷിപ്പിൽ വന്നിരിക്കുന്ന ആൾക്കാർ. ഡൗൺലൈൻ എന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാർ, നമ്മുടെ ഡൗൺലൈനിൽ വന്നിരിക്കുന്ന ആൾക്കാർ. അവർ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്, റൈറ്റിൽ എത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൽ വേറൊരു ഫീച്ചറാണ് മേക്ക് എ മെമ്പർ. ഇതൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡിജിറ്റലായി മാർക്കറ്റ് ചെയ്യുന്ന കാരണം നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ ഈ മേക്ക് എ മെമ്പർ എന്നുള്ള ഒരു ലിസ്റ്റിൽ വന്ന് ലാൻഡ് ചെയ്യും. അവർ എപ്പോഴാണോ ആക്ടിവേഷൻ നടക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ട്രീയിലേക്ക്, നമ്മുടെ ജീനോളജിയിലേക്ക് അവർക്ക് കൺവേർട്ട് ആവുന്നുള്ളൂ. അതുവരെ ഇവിടെ ഒരു ബഫറിൽ, മേക്ക് എ മെമ്പർ എന്നുള്ള ഒരു ബഫറിൽ ലാൻഡ് ചെയ്യും. ഓരോ സ്പോൺസർക്കും അവരുടെ അടിയിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലിങ്കിൽ വെച്ച് ക്ലിക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. അവരെ വേണമെങ്കിൽ ട്രീയിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ ട്രീയിലേക്ക് പ്ലേസ് ആവും. ഒന്ന് അവർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ലീഡർക്ക്, സ്പോൺസർക്ക് അവരെ പ്ലേസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനൊരു മിനിമം കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ പ്രകാരം അവർക്ക് ട്രീയിൽ പ്ലേസ് ചെയ്യാം ബിഫോർ ആക്ടിവേഷൻ. വേറൊരു ഫംഗ്ഷൻ ആണ് മേക്ക് എ മെമ്പർ.
നമ്മുടെ മാർക്കറ്റിംഗ് പോളിസി അനുസരിച്ച്, സേവ് ആപ്പിന്റെ മാർക്കറ്റിംഗ് പോളിസി അനുസരിച്ച് ഒരു പാൻ കാർഡില് 5 ആപ്പ് വരെ പർച്ചേസ് ചെയ്യാം. 5 ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ 5 മൊബൈൽ നമ്പർ എനിക്കുള്ള ആപ്ലിക്കേഷനാണ്. 5 മൊബൈൽ നമ്പർ വേണം. ആ ആപ്ലിക്കേഷൻസ് 5 മൊബൈൽ നമ്പറിൽ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഓരോ മൊബൈൽ നമ്പറും ഓരോ ബിസിനസ് ഐഡി ആണ്. 5 ഐഡികൾ ഒരു പാൻ കാർഡിലേക്ക് മാപ്പ് ചെയ്തുകൊണ്ട് 5 ഐഡി എന്നുള്ള വരുമാനം ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മെർജ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷനാണ് മേക്ക് എ ഗ്രൂപ്പ് എന്നുള്ള ഫംഗ്ഷൻ. നമ്മുടെ റിപ്പോർട്ട്സിൽ നമുക്ക് ഇവിടെ കാണാം എന്തല്ല നമ്മുടെ റഫർ ലിങ്ക് എത്രയുണ്ട്, ബൈനറി ലിങ്ക് എത്രയുണ്ട്, റഫർ ലിങ്ക് എത്രയുണ്ട്, ലെവലിംഗ് എത്രയുണ്ട്, നമ്മുടെ അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് പേയ്മെന്റ് ഇൻഫർമേഷൻസ്, നമുക്ക് എത്ര രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ബാങ്കിലേക്ക്. നമ്മൾ ഈ സേവ് ആപ്പിന്റെ പേ ഔട്ട് എന്നുള്ളത് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഡെയിലി പേ ഔട്ടും ഒന്ന് വീക്ക്ലി പേ ഔട്ടാണ്. ഡെയിലി പേ ഔട്ട് വരുന്നത് റഫർ ലിങ്കും ബൈനറി ലിങ്കും ഡെയിലി പേ ഔട്ടാണ്. അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് ബാങ്കിലേക്ക് പേ ഔട്ട് പോയിന്റ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ലെവലിംഗും ഇൻസ്റ്റന്റ്ലി വീക്ക്ലി പേ ഔട്ടാണ്. ആ പേ ഔട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനെ നമുക്ക് വേണ്ട ബിസിനസിന്റെ എല്ലാ ഇൻഫർമേഷനും ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ്. ഈ സേവ് ആപ്പ് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനും ഓരോ കസ്റ്റമർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് പോളിസിയോട് കൂടിയിട്ടാണ് ഈ സേവ് ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മാർക്കറ്റിംഗ് എന്തൊക്കെ വരുമാനം കിട്ടും, എങ്ങനെയൊക്കെ വരുമാനം കിട്ടും എന്നുള്ള ബിസിനസ് പ്രസന്റേഷൻ നെക്സ്റ്റ് ഡേ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഡേ ഷെഡ്യൂൾ ചെയ്തതിന് അതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ അതാത് സ്പോൺസർമാർ ശ്രദ്ധിക്കുക. മാക്സിമം ആൾക്കാരെ ബിസിനസ് പ്രസന്റേഷനിലേക്ക് കൊണ്ടുവരാം. ഈ ടെക്നിക്കൽ പ്രസന്റേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഇതിന്റെ പ്രസന്റേഷൻ റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസുകൾ കൂടുതൽ നല്ല രീതിയിൽ നെക്സ്റ്റ് പ്രസന്റേഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സർ. റിയലി ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ പ്രോഗ്രാം. വളരെ ഇഷ്ടപ്പെട്ടു സാർ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം വളരെ ആസ്വാദ്യകരവും അറിവ് നൽകുന്നതുമായെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. എന്നാൽ ആദ്യമായി ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന പല വ്യക്തികൾക്കും ഒരു പക്ഷേ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആണോ എന്നൊരു സംശയം തോന്നാം. സ്വാഭാവികം.